ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. അവരൊക്കെ കേട്ടു, ഇങ്ങനെ നൂറുകണക്കിന് മനോഹരമായ ഗുണങ്ങളല്ലാതെ, നന്മകളല്ലാതെ ഏറ്റവും വലിയ മാതൃകാപരമായ കാര്യങ്ങളാണ് നടന്നത് എന്ന് പൊതു പത്രപ്രവർത്തകരും ചാനലുകാരുമൊക്കെ വളരെ നിറഞ്ഞ മനസ്സോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് അസ്വസ്ഥതയുണ്ടായത്? ഞങ്ങൾ അഭിമാനത്തോടുകൂടെ പറയുന്നു, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ നിന്ദിക്കുന്ന കാലഘട്ടങ്ങളിലാണ് പ്രവാചക തിരുമേനിയുടെ മദ്ഹും പ്രവാചക തിരുമേനിയെ കുറിച്ചും ഉമ്മത്തിനും മറ്റുള്ള സമുദായങ്ങൾക്കും കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടത്. യുക്തിവാദികളും മതനിഷേധികളും ഇസ്ലാമിന്റെ ശത്രുക്കളും പുണ്യപ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താറടിച്ച് കാണിക്കാൻ കള്ളപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആരാണ് സ്നേഹപ്രവാചകൻ? 1500 കൊല്ലമായി ലോകത്തിന് സ്നേഹം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത, ധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത, സഹിഷ്ണുത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത, മാനവികത എന്താണ്, മനുഷ്യത്വം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത, കുടുംബത്തിന്റെ മൂല്യം എന്താണ്, സാമൂഹ്യ മര്യാദകൾ എന്താണ്, പ്രായമുള്ള ആളുകളോട്, മുതിർന്നവരോട്, ചെറിയ ആളുകൾക്കുള്ള കടപ്പാടുകൾ എന്താണ്, ഇത് പഠിപ്പിച്ചു കൊടുത്തത് പ്രവാചക തിരുമേനിയായിരുന്നില്ലേ? ഇത് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? 1500 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 1400 കൊല്ലം മുമ്പ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരുന്ന കാലം അന്ധകാരത്തിന്റെ കാലമാണ്. ലോകത്തെ ഇരുട്ടുകൾ, ലോകത്താകെ പരന്നു കിടക്കുന്ന അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ, ആ ഇരുട്ടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഏകപ്രകാശത്തിലേക്ക് ജനങ്ങളെ ആനയിക്കാനാണ് നബിയെ അങ്ങയെ നാം അയച്ചത്. ജനങ്ങളെ മുഴുവനും ലോകത്തെ ഏറ്റവും വലിയ ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ട ഇരുണ്ട യുഗത്തിലെ ജാഹിലിയത്തിന്റെ ക്രൂരമായ അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യന് മോചനം നൽകിയത് ആരായിരുന്നു? ചരിത്രം പഠിക്കണം. അന്ന് ഇന്ത്യ, അന്ന് ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, എന്തായിരുന്നു അവരുടെ സംസ്കാരം? മനുഷ്യന് മനുഷ്യനായി കാണാൻ സാധിക്കാത്ത കീഴാളന്മാരെ അടിമത്വത്തിന്റെ അടിമച്ചങ്ങലകളിൽ വരിഞ്ഞു മുറുക്കി മേലാളന്മാര് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിയ ജാതീയത കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ, പെൺകുട്ടികളെ മനുഷ്യനായി കണക്കാക്കാത്ത കാലഘട്ടത്തിൽ, അവരെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ മാനവികത എന്താണ്, മനുഷ്യാവകാശം എന്താണ്, മനുഷ്യത്വം എന്താണ്, സാമൂഹ്യ ബന്ധം എന്താണ്, സ്നേഹം എന്താണ്, സഹിഷ്ണുത എന്താണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അത് മനസ്സിലാക്കാൻ ഇപ്പോഴും ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ കുറിച്ച് പഠനം നടത്തിയാൽ മതി. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ എല്ലാ വിഭാഗങ്ങൾക്കും ആവശ്യമായ ക്രിമിനൽ ലോ ഉണ്ട്, ക്രിമിനൽ നിയമങ്ങൾ. ഓരോ രാജ്യത്തെ ഭരണഘടനകളുണ്ട്, ഓരോ രാജ്യങ്ങളിലെ കോടതികൾ അംഗീകരിക്കുന്ന നിയമവ്യവസ്ഥതകളുണ്ട്. ഈ നിയമവ്യവസ്ഥിതികളും ഓരോ രാജ്യത്തിന്റെ ഈ സംവിധാനങ്ങളും, എന്താണ് നന്മ, എന്താണ് തിന്മ, രാജ്യത്തിന്റെ ഭരണകൂടങ്ങളും ഭരണാധികാരികളും അവരുടെ ഭരണഘടനകളിലും നിയമങ്ങളിൽ പോലും എന്തൊക്കെയാണ് നന്മ, എന്തൊക്കെയാണ് തിന്മ എന്ന് രേഖപ്പെടുത്താൻ കാരണം അതിന്റെയൊക്കെ അടിവേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ എത്തിപ്പെടാൻ സാധിക്കുന്നത് മുഹമ്മദല്ലോ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമങ്ങൾ. ഇന്ത്യയുടെ നിയമത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്ക്. നിയമ വിദ്യാർത്ഥികളില്ലേ, ഇവിടെ അഡ്വക്കറ്റുമാരില്ലേ? നിയമത്തിന്റെ ആണിവേരുകൾ, നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പോലും രൂപപ്പെട്ടതിന്റെ പിന്നിൽ മഹാനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ധാർമ്മികതയുടെ നിയമങ്ങൾ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മനോഹരമായ നിയമവ്യവസ്ഥിതി, അതിൽ പങ്കായത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അതിൽ നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ലോകത്തിലെ ധാർമ്മികതയുടെയും നന്മയുടെയും പാഠങ്ങൾ പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. എന്തൊക്കെയാണ് കുറ്റങ്ങൾ, കുറ്റകൃത്യങ്ങൾ, എന്തൊക്കെയാണ് നന്മകൾ, എന്തൊക്കെയാണ് ജീവകാരുണ്യ മേഖലകൾ, ഇത് കേവലം ഈ നന്മയുടെ നിയമങ്ങളൊക്കെ സ്വാഭാവികമായി മനുഷ്യന്റെ യുക്തിക്ക് തോന്നിയതല്ല. മനുഷ്യൻ സ്വന്തം യുക്തിക്കനുസരിച്ച് നിയമങ്ങൾ രൂപപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അപകടം, അബദ്ധം ഇന്ന് ലോക ജനത മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നത്? അമേരിക്കയിൽ ഓരോ ദിവസവും
10,000-കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലും ഓരോ ദിവസവും ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം പള്ളികളാണ്. ക്രിസ്ത്യൻ ചർച്ചുകളെക്കാൾ മറ്റുള്ള മതങ്ങളുടെ ആരാധനാലയങ്ങളെക്കാൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പള്ളികൾ ഉണ്ടാകുന്നത്, ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത്, ലോകത്തിന് ശാന്തിയോടെ ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ ഏറ്റവും യുക്തിപരമായ നിയമങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമങ്ങളാണ് എന്ന ബോധ്യം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് പറയുന്നത് കേവലം വെറും വാക്കുകളല്ല. എന്റെ ഒരു സുഹൃത്ത് മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ പോയി വന്നപ്പോൾ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത് ഇവിടുന്ന് 10 കിലോമീറ്റർ മാത്രം ദൂരത്താണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ മകനും കുടുംബവും അമേരിക്കയിലാണ്. മകനെ കാണാൻ വേണ്ടി അമേരിക്കയിൽ പോയ മധ്യവയസ്കനായ അദ്ദേഹം പറഞ്ഞു, ഒരു ജുമുഅക്ക് അമേരിക്കയിലെ ഒരു പള്ളിയിൽ പോയപ്പോ ജുമുഅ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു കൗതുകം കണ്ടു. അദ്ദേഹം അതിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. പറഞ്ഞു, ആ പള്ളിയിലെ ഇമാമിന്റെ റൂമിന്റെ വാതിൽക്കൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിക്കാൻ ആരെങ്കിലും കടന്നു വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയമാണെങ്കിൽ നിങ്ങൾ എന്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്നാണ് ഇമാമിന്റെ റൂമിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആരെങ്കിലും മരണം നടന്നാൽ ഖത്തീബ് ഇവിടെ ഇല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളൂ എന്നല്ല, നിക്കാഹിനെ ഏൽപ്പിക്കാൻ വന്നാൽ ഖത്തീബിന്റെ നമ്പർ ഇതാ നിങ്ങൾ വിളിച്ചോളൂ എന്നല്ല, അമേരിക്കയുടെ ഒരു പള്ളിയുടെ ഇമാമിന്റെ വാതിൽക്കൽ എഴുതി വെച്ചത്, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ എന്നെ കാണാൻ കലിമ ചൊല്ലാൻ ആരെങ്കിലും വന്നാൽ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? ദൈനംദിനം ഏത് സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആളുകൾ പാശ്ചാത്യരുടെ, യൂറോപ്യന്മാരുടെ അരക്ഷിതമായ അന്ധകാരത്തിന്റെ വൃത്തികെട്ട കുത്തൊഴിഞ്ഞ ഈ വൃത്തികെട്ട ജീവിതത്തിൽ മനം മടുത്ത് സമാധാനത്തിന്റെ ഒരു ജീവിതം അവർ കൊതിക്കുന്നു. ആ ജീവിതം മുത്തനബിയുടെ ജീവിതമാണ്. ആ ജീവിതം മുത്തനബി പഠിപ്പിച്ച കുടുംബ ജീവിതമാണ്. ആ ജീവിതം മുത്തനബി പഠിപ്പിച്ച സാമ്പത്തിക പരിഷ്കരണങ്ങളാണ്, സാമൂഹ്യ ജീവിതമാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ടാണ് ആ സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം ലോകം മുഴുവനും ആഘോഷിക്കുന്നത്. നിങ്ങൾ അറിയുമോ, ഇത് കേരളക്കരയിൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയല്ല നബിദിനാഘോഷം. എന്റെ ബിദ്അത്തുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പഴകി പൊളിച്ച ആരോപണത്തിന്റെ കാലം കഴിഞ്ഞു. അതൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ 4 കണ്ണും തുറന്ന് ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ യമനിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത നബിദിന റാലി, സൗദി അറേബ്യയിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ പങ്കെടുത്ത മൗലിദിന്റെ സദസ്സുകൾ, UAE-യിൽ, കുവൈത്തിൽ, ബഹ്റൈനിൽ, അതേപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഔദ്യോഗിക സംവിധാനത്തോടുകൂടെ UAE-യിലും കുവൈത്തിലും അതേപോലെ ബഹ്റൈനിലും ഒമാനിലുമൊക്കെ പൊതു അവധിയാണ് റബീഉൽ അവ്വൽ 12-ന്. ഇന്ത്യയിൽ, പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, ലോകത്ത് 50-ലധികം വരുന്ന രാഷ്ട്രങ്ങളിൽ എന്തിനാണ് നബിദിനത്തിന് പൊതു അവധി കൊടുക്കുന്നത്? ലോക ജനത ഈ നബിദിനാഘോഷം ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഈ വർഷം, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതിനു മുമ്പുള്ള വെള്ളിയാഴ്ച അറബ് രാജ്യങ്ങളിൽ, UAE-യിൽ, അതേപോലെ മദീന മുനവ്വറയിൽ, സൗദിയിൽ, മദീനത്തെ പള്ളിയിൽ പോലും ഖുത്ബ നടന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹായിരുന്നു. കേരളത്തിലെ സലഫികളോട്, കേരളത്തിലെ വഹാബികളോട് വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, എവിടെ സൗദിയിലുണ്ടോ, മക്കയിലുണ്ടോ, മദീനയിലുണ്ടോ? നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്ക്, യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ മദീന മുനവ്വറയിൽ സൗദി ഔഖാഫിന്റെ പണ്ഡിതൻ നടത്തിയ ഖുത്ബ, ആ ഖുത്ബ കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും മങ്കൂസ് മൗലിദ് ഓതുകയാണോ എന്ന്. കാരണം സാവാ തടാകം പറ്റിപ്പോയത്, ബിംബങ്ങൾ തലകുത്തി വീണത്, അതേപോലെ പേർഷ്യക്കാരുടെ അഗ്നികുണ്ഡം കെട്ടുപോയത് എവിടെയാണ് പറയുന്നത്? ഇതൊക്കെ കെട്ടുകഥകളാണ് എന്നല്ലേ കേരളത്തിലെ വഹാബികൾ പറയാറുള്ളത്, മുജാഹിദുകൾ പറയാറുള്ളത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്ത് നടന്ന അത്ഭുതങ്ങൾ, ആമിന ബീവി കണ്ട അത്ഭുതങ്ങൾ, മുത്തനബിയുടെ കുടുംബം കണ്ട അത്ഭുതങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ കണ്ട അത്ഭുതങ്ങൾ, ലോകം കണ്ട മഹാത്ഭുതങ്ങൾ, ഇതൊക്കെ വാറോലകൾ, കെട്ടുകഥകൾ എന്ന് പറയുമ്പോ സൗദി മദീന മുനവ്വറയിൽ മിമ്പറിൽ കയറിയിട്ട് ആ ഖുത്ബയിലാണ് മങ്കൂസ് മൗലിദിൽ പറയുന്നത് പോലെ അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഹബീബായ മുത്തനബിയുടെ ജന്മത്തിൽ സന്തോഷിക്കുന്നവരാണ് ലോക ജനത.
ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ കാലഘട്ടത്തിലെ മുശാവറക്ക് നേതൃത്വം നൽകിയ, സമസ്തയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഉസ്താദുമാരുടെ ഉസ്താദ് ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ഉൾപ്പെടെയുള്ളവരുടെ ഗുരുനാഥനായിരുന്ന മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഖുത്ബി തങ്ങൾ ഒരിക്കൽ ചെറുശ്ശേരി ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, സൈനുദ്ദീൻ മുസ്ലിയാരെ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, ഈ ആയത്തിൽ എന്തെങ്കിലും കൽപ്പനകളുണ്ടോ, എന്തെങ്കിലും അംറുകളുണ്ടോ? ഉസ്താദ് പറഞ്ഞു, ഇല്ല, ഇതൊരു പ്രഖ്യാപനമാണല്ലോ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, മുത്തനബിയുടെ മദ്ഹ് പറഞ്ഞ് റഊഫായ റഹീമായ പടച്ച റബ്ബിന്റെ വിശേഷണങ്ങൾ, ഏറ്റവും വലിയ കാരുണ്യവാനായ മുത്തനബി, ഏറ്റവും വലിയ കൃപാലുവായ മുത്തനബി, നിങ്ങളോട് ഏറ്റവും വലിയ വാത്സല്യനിധിയായ സ്നേഹപ്രവാചകൻ, നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ നേതാവിത കടന്നു വന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം. എന്തിനാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ബഹുമാനപ്പെട്ട ഖുത്ബി തങ്ങൾ പറഞ്ഞു, ഈ പ്രഖ്യാപനത്തിൽ ഒരുപാട് കൽപ്പനകളുണ്ട്. ഇതൊരു അനൗൺസ്മെന്റ് ആണ്, ഒരു വിളംബരമാണ്. ഇതാ നായകൻ കടന്നു വരുന്നു. ലോകത്തിന് മുഴുവനും കാരുണ്യമായ, കരുണക്കടലായ, കൃപാലുവായ, വാത്സല്യനിധിയായ നിങ്ങളുടെ നേതാവ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏൽപ്പിച്ച നിങ്ങളിൽ നിന്നുള്ള റസൂൽ ഇതാ കടന്നു വന്നിരിക്കുന്നു എന്ന അനൗൺസ്മെന്റ് പ്രഖ്യാപനം. നിങ്ങൾ ആ പ്രവാചകത്തിന് മേനിയെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം, പിൻപറ്റണം. മുത്തനബിയുടെ വരവിൽ നിങ്ങൾ സന്തോഷിക്കണം. ആ വരവ്, അതിൽ ആദ്യത്തെ വരവ് ഏതാണ്? ഈ മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യരിലേക്കുള്ള വരവ് മുത്തനബിയുടെ ജന്മം കൊണ്ടുള്ള വരവല്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ നിങ്ങൾ സന്തോഷിക്കണം. ഇത് പടച്ച റബ്ബിന്റെ പ്രഖ്യാപനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി, നബുവത്ത് കിട്ടി, അതിൽ നിങ്ങൾ സന്തോഷിക്കണം. അല്ലാഹുവിന്റെ റസൂൽ റസൂലായി മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് കടന്നു വരുമ്പോ മഹാന്മാര് സന്തോഷിക്കുന്നു, സ്വീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരോ വരവിലും മിഅ്റാജിന്റെ രാത്രിയിൽ ഈ ഉമ്മത്തിന് ഒരുപാട് സമ്മാനങ്ങളുമായി ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇതെല്ലാം മുത്തനബിയുടെ ജീവിതത്തിലെ മനോഹരമായ ഏടുകൾ നമുക്ക് സന്തോഷിക്കാനും പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്യാനുമുള്ളതാണ്. അതുകൊണ്ട് മിഅ്റാജിന്റെ ദിനം വേണം, ഹിജ്റയുടെ ദിനം വേണം, മുത്തനബിയുടെ ജന്മദിനം വേണം. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഓരോ ദിവസങ്ങൾക്കും ചരിത്രങ്ങൾക്കും ഏറ്റവും വലിയ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ മുസ്ലിം ഉമ്മത്ത് സന്തോഷിക്കും, ആ സ്നേഹം പ്രകടിപ്പിക്കും. ഹുബ്ബ്, ഇഷ്ക് എന്നത് പ്രകടിപ്പിക്കാൻ ഒരു പക്ഷേ അത് നിയമങ്ങൾക്ക് അപ്പുറത്തായിരിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഹാബി, ഖുബായുടെ ഭാഗത്ത് ഒരു പള്ളിയിലെ ഇമാമായിരുന്ന ഒരു സ്വഹാബി, എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതാറുണ്ട്. ഫാത്തിഹ ഓതുന്നതിന് പുറമെ മറ്റുള്ള സൂറത്തുകളോ ആയത്തുകളോ ഓതുന്നതിന് പുറമെ ഏത് നിസ്കാരത്തിലും ഇമാമത്ത് നിന്നാലും ഖുൽ ഹുവല്ലാഹു അതെന്ന സൂറത്തോതും. അത് മുത്തനബി പഠിപ്പിച്ചതല്ല, അത് സിദ്ദീഖ് തങ്ങൾ ചെയ്തതല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്തതല്ല. മഹാനവറുകൾ ചെയ്യാറുണ്ട്. മഅ്മൂമുകൾക്ക് പരാതിയായി അവര് ചെന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ഇമാമ് നിങ്ങൾ ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുന്ന നിസ്കാരത്തിൽ അധികമായി സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു. മുത്തനബിയോ സഹാബത്തോ ചെയ്യാത്ത കാര്യം ആ ഇമാമിനെ വിളിപ്പിച്ചു, സഹാബിയെ വിളിപ്പിച്ചു. എന്ത്, നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ട് നബിയേ, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് തേങ്ങാൻ തുടങ്ങി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, സൂറത്തുൽ ഇഖ്ലാസിനോട്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, ആ മഹബ്ബത്താണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഹുബ്ബ് തരക്കേടില്ല, പക്ഷെ അത് ചെയ്യരുത്, ബിദ്അത്താണ് എന്ന് റസൂലുള്ള പറഞ്ഞില്ല. ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ആ സ്നേഹം, ഖുർആനിനോടുള്ള ഇഷ്ടം, അത് നിന്നെ സുഖലോക സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി സ്വർഗ്ഗം ഉറപ്പിച്ചവനായി. ഈ ഒറ്റ കാരണത്താൽ, ഹുബ്ബ് കൊണ്ട്. ഒരുപക്ഷെ മുത്തനബിയും സഹാബത്തും പഠിപ്പിക്കാത്ത ഒരു കാര്യം, പക്ഷെ ഹുബ്ബാണ്, അത് പ്രേമമാണ്, പ്രണയമാണ്. പടച്ച റബ്ബിനോട്, മുത്തനബിയോട്, ഖുർആനിനോട്, മഹാന്മാരോട്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മൻ അഹബ്ബല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നുവോ ഫൽയുഹിബ്ബനി, എന്നെ ഇഷ്ടപ്പെടണം. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവോ, മൻ അഹബ്ബനി ഫൽയുഹിബ്ബ സ്വഹാബി, എന്റെ സ്വഹാബത്തിനെ ഇഷ്ടപ്പെടണം. മൻ അഹബ്ബ സ്വഹാബി, എന്റെ സ്വഹാബത്തിനെ ഇഷ്ടപ്പെടുന്നുവോ ഫൽയുഹിബ്ബൽ ഖുർആൻ, ഖുർആനിനെ ഇഷ്ടപ്പെടണം. മൻ അഹബ്ബൽ ഖുർആൻ, ഖുർആനിനെ ഇഷ്ടപ്പെടുന്നുവോ ഫൽയുഹിബ്ബൽ മസാജിദ്, അല്ലാഹുവിന്റെ ഭവനങ്ങളെ, പള്ളികളെ ഇഷ്ടപ്പെടണം. മുത്തനബി ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ഇന്നാ
നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലൻ യുഖദിബുനാ ഇലാ ഹുബ്ബിക. അല്ലാഹുവിനോട് ഇഷ്ടം വേണം, മുത്തുനബിയോട് ഇഷ്ടം വേണം, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട മഹാന്മാരോടൊക്കെയുള്ള മഹബ്ബത്ത് വേണം, സൽക്കർമ്മങ്ങളോടുള്ള മഹബ്ബത്ത് വേണം. ഹുബ്ബാണ് ഈമാനിന്റെ അടിത്തറ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ പറയാറുണ്ട്, ബിദ്അത്തുകാരാ, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, വഹാബികളെ, മൗദൂദികളെ, നിങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ പുഴക്കി കളഞ്ഞവരാണ്. എന്തേ കാരണം? നിങ്ങൾ പ്രവാചക തിരുമേനി സാധാരണക്കാരനാണെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞതിലൂടെ നിങ്ങൾ ഇസ്ലാമിന്റെ ഈമാനിന്റെ അടിക്കല്ലാണ് പുഴക്കിക്കളഞ്ഞത്. അടിക്കല്ല് പുഴക്കിക്കളഞ്ഞാൽ ദീനുൽ ഇസ്ലാം തകർന്നു പോകും. നിങ്ങൾ ഇസ്ലാമിനെ തകർത്തവരാണ്. മുത്തനബി സാധാരണക്കാരനല്ല, അല്ലാഹുവിന്റെ റസൂല്. നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മഹാരഥന്മാരായ നേതാക്കൾ, സാലിഹീങ്ങളായ ആളുകൾ, ശൈഖുനാ ശംസുൽ ഉലമ, ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ്, നമുക്ക് പറയാൻ ധൈര്യം വരുമോ നമ്മെപ്പോലെ സാധാരണക്കാരായിരുന്നു അവര് എന്ന്? നമ്മൾ കണ്ട ഒരുപാട് സാലിഹ്യങ്ങളില്ലേ? ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ, പറപ്പൂർ ഉസ്താദിനെ പോലെ, ബഹുമാനപ്പെട്ട അമ്പംകുന്ന് വീരാൻ ഔലിയാപ്പാവയെ പോലെ ഒരുപാട് ഔലിയാക്കളെ കണ്ടിട്ടില്ലേ? അവരെ കുറിച്ച് നമുക്ക് പറയാൻ ധൈര്യം വരുമോ നമ്മെപ്പോലെ സാധാരണക്കാരനാണ് എന്ന്? ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ, ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ, വെളിയങ്കോട്ട ഉമർ ഖാദി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, ഈ മഹാന്മാരെ കുറിച്ച് പറയാൻ കഴിയോ? 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട്. ഖുർആൻ പരിഭാഷ വിതരണം ചെയ്തിട്ടല്ല, വാള് പറഞ്ഞിട്ടല്ല, വലിയ ബോക്സ് കെട്ടി 60,000 വാട്സ് സൗണ്ട് ഇട്ട് ഉച്ചയിട്ട് പ്രസംഗിച്ചിട്ടല്ല. 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് രജപുത്രന്മാർ, ഈ നാട്ടിലെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഉത്തരേന്ത്യയിൽ വരാൻ കാരണക്കാരനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി മഹാനവറുകളെ കുറിച്ച് നമ്മൾ പറയോ സാധാരണക്കാരനെന്ന്? ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബിനെ കുറിച്ച്, ശൈഖ് റിഫായി തങ്ങളെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ച് 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ഇമാം ഷാഫിഈ തങ്ങളെ പോലെയുള്ള മദ്ഹബിന്റെ ഇമാമാരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയോ ഒരു സാധാരണക്കാരനാണെന്ന്? പിന്നെ അമ്പിയാക്കൾ 1,24,000 നബിമാർ, അവരെ കുറിച്ച് സാധാരണക്കാരൻ എന്ന് പറയാനും ചിന്തിക്കാനും വിശ്വസിക്കാനും പാടുണ്ടോ? പിന്നെയല്ലേ ഇവരുടെ മുഴുവനും നേതാവായ എല്ലാ മനുഷ്യരുടെയും എല്ലാ ലോകങ്ങളുടെയും അഷ്റഫുൽ ഖൽഖ്, എല്ലാ പടപ്പുകളുടെയും ഏറ്റവും ശ്രേഷ്ഠവാനായ കാബാലയം റബ്ബിന്റെ പടപ്പാണ്, ഹജറുൽ അസ്വദ് റബ്ബിന്റെ പടപ്പാണ്, സ്വർഗ്ഗം അല്ലാഹുവിന്റെ മഖ്ലൂഖാണ്. അത് മാത്രമല്ല പടച്ച റബ്ബിന്റെ അർശും കുർസിയും അല്ലാഹുവിന്റെ മഖ്ലൂഖുകളാണ്. എല്ലാ പടപ്പുകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠവാനായ ഹബീബായ മുത്തുനബിയെ കുറിച്ച് ഒരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രവാചകൻ നിന്ന ഡെൻമാർക്ക് കാർട്ടൂൺ വരച്ച് മുത്തുനബിയെ നിന്ദിച്ചതിനേക്കാൾ, നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ മുത്തുനബിയെ ആക്ഷേപിക്കുന്നതിനേക്കാൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കൾ മുത്തുനബിയെ കൊച്ചാക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ പ്രവാചകൻ നിന്ന് നടത്തുന്നവർ, ഇസ്ലാമിനെ അറിയുന്ന ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുന്ന, പള്ളി നടത്തുന്ന, നിസ്കരിക്കുന്നവരെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാരാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈമാനിന്റെ രുചി അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ പുനരാലോചന നടത്തണം. വഹാബികളെ, മൗദൂദികളെ, നിങ്ങളുടെ മനസ്സിൽ എന്താണ്? വെറുപ്പല്ലേ? വെറുപ്പിന്റെ ഏറ്റവും വലിയ വിദ്വേഷത്തിന്റെ മാറാലക്കെട്ടുകളല്ലേ? ഈ തലപ്പാവ് കണ്ടാൽ നിങ്ങൾക്ക് അലർജിയല്ലേ? ഈ മുത്താലിബികളെ കണ്ടാൽ നിങ്ങൾക്ക് പകയല്ലേ? ഈ ഉസ്താദുമാരെ, ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥനാണ് ശൈഖുനാ നെല്ലായി ഉസ്താദ്. അവരൊക്കെ വരുന്നത് കണ്ടാൽ, അത്യപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരെ കണ്ടാൽ, പാണക്കാട്ട് തങ്ങന്മാരെ കണ്ടാൽ, സയ്യിദുൽ ഉലമയെ കണ്ടാൽ, ഞങ്ങളുടെ നേതാക്കളായ തങ്ങന്മാരെ, ഉസ്താദുമാരെ കണ്ടാൽ നിങ്ങൾ എന്താ പറയാറുള്ളത്? മക്കാ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളെന്ന്. ഞങ്ങളുടെ നേതാവാണ് സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ. സയ്യിദുൽ ഉലമയെ കുറിച്ച് ഈ നാട്ടിലെ സംഘപരിവാറിന്റെ ആളുകൾ, ഈ നാട്ടിലെ ഖാസയുടെ ആളുകൾ, ഈ നാട്ടിലെ ശത്രുക്കളായ ആളുകൾ, യുക്തിവാദികളായ ആളുകൾ അവര് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടുത്തെ വഹാബികൾ പറഞ്ഞു. അബൂജഹലിന്റെ ഈമാനും ജിഫ്രി തങ്ങളുടെ ഈമാനും തൂക്കി നോക്കിയാൽ അബൂജഹലിന്റെ ഈമാനിന് ഒരു പണത്തൂക്കം നിങ്ങൾ മുൻഗണന കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പകയാണ്, വിദ്വേഷമാണ് തങ്ങന്മാരോട്, പണ്ഡിതന്മാരോട്, മുത്തഖീങ്ങളോട്, സാലിഹീങ്ങളോട്, ഔലിയാക്കളോട്, ആബിദീങ്ങളോട്.
വയസ്സ്, അതൊക്കെ നിങ്ങൾക്ക് എന്തേ വെറുപ്പായത്? നിങ്ങൾക്ക് റമദാൻ വന്നാൽ വെറുപ്പ്, തറാവീഹിനോട് വെറുപ്പ്, അത് 20 അവിടെ ഹത്തം തീർക്കുന്നതിനോട് നിങ്ങൾക്ക് വെറുപ്പ്, ബദരീങ്ങളുടെ ആണ്ടിനോട് വെറുപ്പ്, എല്ലാ കാര്യത്തിലും വെറുപ്പ്, എല്ലാ നന്മകളിലും നിങ്ങൾക്ക് സംശയം, ഖുർആനിൽ പോലും നിങ്ങൾക്ക് സംശയം, ഹദീസുകളിൽ സംശയം. ഇങ്ങനെ സംശയങ്ങളുടെ, വെറുപ്പുകളുടെ, വിദ്വേഷങ്ങളുടെ ഒരു വലിയ കുടിലമായ മനസ്സായി വിദ്അത്ത് ഖൽബിലേക്ക് കയറിയാൽ മരവിച്ചു പോകുമെന്ന അപകടം നിങ്ങൾ തിരിച്ചറിയണം. അലിവുണ്ടാവണം ഖൽബിൽ, മനസ്സിൽ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം, ഈമാൻ ഉണ്ടാവണം, മുത്തുനബിയോട് ഹുബ്ബുണ്ടാവണം, മഹാന്മാരോടുള്ള ഹുബ്ബുണ്ടാവണം, ദീനീ കാര്യങ്ങളോടുള്ള മനസ്സിലുള്ള ആ ഒരു സ്നേഹവും ആ ഒരു മാധുര്യവും മനസ്സിൽ കിനിയണമെങ്കിൽ അവിടെ പ്രവാചക തിരുമേനിയുടെ ഹുബ്ബിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകാൻ സാധിക്കണം. എന്നാൽ മാത്രമേ അവിടെ ഈമാൻ ഉണ്ടാവൂ. തൗഹീദ് മുളച്ചു പൊന്തണമെങ്കിൽ, ഹലാവത്തുൽ ഈമാൻ നിർഗളിക്കണമെങ്കിൽ, തഖ്വ രൂപപ്പെടണമെങ്കിൽ അടിത്തറ ഹുബ്ബുൻ നബിയാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ഫഖഹാ മുഴുവൻ പഠിപ്പിച്ചത്, നമ്മുടെ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? നിസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പ്, മറ്റുള്ള ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആരാണ് മുത്തനബി? മുത്തനബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബയോഡാറ്റ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങൾ. മുത്തനബിയെ നാം സ്നേഹിക്കണം, മുത്തനബിയെ നാം പിൻപറ്റണം. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബാണ് നമ്മുടെ മക്കൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഹുബ്ബുണ്ടായാലേ അവിടെ ഇസ്ലാമും ഈമാനും ദീനും ദീനീ കാര്യങ്ങളൊക്കെ രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ലോക മുഅ്മിനീങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത്, മീലാദിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടത്തുന്നത്. അപ്പോ പിന്നെയും അവർ പഴകി പൊളിച്ച ആരോപണം നടത്താറുണ്ട്. പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സഹാബത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, റാലി നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്ത് പ്രസക്തിയാണ് ആ കാര്യത്തിനുള്ളത്? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു മജ്ലിസിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. റസൂൽ എന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണുമ്പോ എഴുന്നേൽക്കരുത്, നിങ്ങൾ എന്നെ കാണുമ്പോ എഴുന്നേൽക്കണ്ട, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. സഹാബത്ത് എഴുന്നേൽക്കാതിരിക്കോ? സഹാബത്തിനെ പിന്നെ അടുത്ത കാഴ്ചയിൽ കാണുമ്പോ, അടുത്ത സദസ്സിലേക്ക് വരുമ്പോ അപ്പോഴും അവർ എഴുന്നേറ്റു. അത് വിനയാന്യതരായ മഹാന്മാര് പറയും, അവർ വരുമ്പോ നിങ്ങൾ എഴുന്നേൽക്കണ്ട, ഇരുന്നോളൂ എന്ന് പറയും. ശൈഖുന ഇങ്ങോട്ട് കടന്നു വന്നു, എല്ലാ ഉസ്താദ്, ഓരോ നേതാക്കളും വരുമ്പോ നമ്മളൊക്കെ എഴുന്നേൽക്കും, ബഹുമാനിക്കും. അവര് പറയും നിങ്ങൾ അവിടെ ഇരുന്നോളൂ എന്ന് പറയും. അതൊരു മാന്യതയാണ്, അതൊരു അദബാണ് എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞിട്ടില്ലേ എഴുന്നേൽക്കരുത്? അതുകൊണ്ട് റസൂലുള്ളാഹിനെ കാണുമ്പോ എഴുന്നേൽക്കണ്ട എന്ന് സഹാബത്ത് മനസ്സിലാക്കിയില്ല. നിങ്ങൾ എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് റസൂലുള്ള പറയോ? അല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനത്തിന്റെയും ആദരവിന്റെയും, എന്നാലും മുത്തനബി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വിദഗ്ധകാരൊക്കെ വരും എന്നതുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇവർക്കൊക്കെ ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഹുബ്ബിന്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് മുഴുവനും മഹാന്മാര് ചെയ്തോ സഹാബത്ത് ചെയ്തോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ ഇമാമും മുദരിസും ഖാദിയുമായിരുന്നല്ലേ? ഹറമിന്റെ അപ്പുറത്ത് ചെരുപ്പ് അഴിച്ചു വെക്കും, എന്നിട്ട് നടന്നു വരും, കുതിരയെ ഒട്ടകത്തെ അവിടെ കെട്ടിയിടും. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം ചുട്ടുകൊള്ളുന്ന കാലാവസ്ഥയിൽ മദീന ഹറമിന്റെ പരിസരത്തോടെ നഗ്നപാതനായി അവിടുത്തെ ഇമാമാണ്. ഏത് സമയവും അങ്ങോട്ട് വരേണ്ട ആളാണ്. എപ്പോഴെങ്കിലും കൊല്ലത്തിലൊരിക്കലുള്ള ഒരു വരവല്ല, എല്ലാ ദിവസവും അങ്ങോട്ട് വരുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ എന്തേ അവിടെ ചെരുപ്പ് ധരിക്കാതിരുന്ന റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ മദീനത്തേക്ക് വരുമ്പോ ഹറമിനപ്പുറത്ത് അവിടെ പരിധിയിൽ ദൂരെ വാഹനം നിർത്തണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇമാം മാലിക് തങ്ങൾ മദീന ഹറമിന്റെ പരിസരത്തെ മലമൂത്ര വിസർജനം നടത്താറില്ല. അത് റസൂലുള്ള കൽപ്പിച്ചതാണോ? അല്ല. അത് ചെയ്യുന്നത് തെറ്റാണോ? അല്ല. ഇന്ന് നമ്മൾ ചെയ്യാറില്ലേ? മദീന പള്ളിയുടെ ഉള്ളിലൂടെ വരെ ഇലക്ട്രിക് വാഹനങ്ങളിൽ നടക്കാൻ കഴിയാത്ത ആളുകളെ കൊണ്ടുപോകാറുണ്ട്. മദീന പള്ളിയുടെ തൊട്ടടുത്ത് പച്ചക്കുപ്പ നോക്കിയാൽ കാണുന്നിടത്ത് അവിടെ ടോയ്ലറ്റുകളുണ്ട്, ബാത്റൂമുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കാറില്ലേ? ഹറമിന്റെ പരിസരത്ത് നമ്മൾ ചെരുപ്പ് ധരിച്ച് നടക്കാറില്ലേ? പക്ഷെ ഒരാൾക്ക് മുത്തുനബിയോടുള്ള ഹുബ്ബ് കയറിയാൽ അയാൾ തീരുമാനിക്കുകയാണ്, ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അത് ഹുബ്ബാണ്, അത് മഹബ്ബത്താണ്. അതുകൊണ്ടാണ് മുത്തുനബിയുടെ ഹദീസ് പറയുമ്പോ, ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശുദ്ധിയോടുകൂടെ വുളൂഓടുകൂടെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയിട്ടല്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയാറില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹദീസ് നിങ്ങൾ ആരെങ്കിലും പറയുമ്പോ വുളൂ ചെയ്യണമെന്ന്, എന്റെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ സുഗന്ധം പുരട്ടണമെന്ന്. പക്ഷെ ഇത് മുത്തുനബിയുടെ ഹദീസാണ്, ഇത് ബഹുമാനമാണ്, ഇത് ആദരവാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മദീന
മദീനത്ത് പോയാൽ അവിടെ ഒരു പള്ളി കാണാം. പള്ളിയുടെ പേര് മസ്ജിദുൽ ബുഖാരി എന്നാണ്. ആ പള്ളിയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഓരോ ഹദീസും രേഖപ്പെടുത്തുമ്പോ നമുക്കറിയാം 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ടോ? എന്റെ ഹദീസ് രേഖപ്പെടുത്തുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് സഹാബത്ത് പഠിപ്പിച്ചതാണോ? അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആദരവ്, ഹുബ്ബ്, അതിലെ സൂക്ഷ്മത ഓരോ ഹദീസും ചേർക്കുമ്പോ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. സ്വഹീഹ് പൂർത്തിയാക്കിയപ്പോ അത് ഉടനെ ഉമ്മത്തിന് സമർപ്പിച്ചില്ല. വേഗം ആളാവാൻ വേണ്ടി അത് ലോകത്തിന് കൊടുത്തില്ല. മഹാനവറുകൾ മദീനത്തേക്ക് പോയി. എന്നിട്ട് മദീനയുടെ ഹറമിലേക്ക് പ്രവേശിച്ചില്ല, മദീന പള്ളിയിലേക്ക് പ്രവേശിച്ചില്ല. പുറത്ത് കാത്തു നിന്നു. ഞാൻ വരുന്നത് മുത്തുനബിയുടെ ഹദീസിന് ഖിദ്മത്ത് ചെയ്ത് ഞാൻ സ്വഹീഹുകൾ അത് രേഖപ്പെടുത്തി അത് ക്രോഡീകരിച്ച് ലോകത്തിന് സമർപ്പിക്കാനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതം കിട്ടാതെ ഞാനത് സമർപ്പിക്കുകയില്ല. മാത്രമല്ല, ഞാൻ വന്ന കാര്യം സാധാരണ വരുന്നത് പോലെയുള്ള ഒരു സിയാറത്തിനല്ല, വലിയൊരു ലക്ഷ്യത്തോടെയാണ്. മുത്തുനബിയുടെ സമ്മതം കിട്ടാതെ ഞാൻ മദീന പള്ളിയിലേക്ക് കയറൂല എന്ന് തീരുമാനിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 2-3 ദിവസം അവിടെ താമസിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അവിടെയാണ് മസ്ജിദുൽ ബുഖാരി ആ പള്ളി ഉണ്ടാക്കിയത്. ചരിത്രകാരന്മാർ പറയുന്നു, 3 ദിവസം കഴിഞ്ഞപ്പോ ഹബീബായ മുത്തുനബിയെ സ്വപ്നം കണ്ടു. റസൂലുള്ള സമ്മതം കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ക്ഷണിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുത്തതിന് ശേഷമാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി ഈ ലോകത്തെ സമർപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായി. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു ആദം റളിയല്ലാഹു അൻഹു മഹാൻ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂല് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ്, മഹാന്മാര്, സ്വഹാബത്ത്, ഔലിയാക്കളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ആരോ മുത്തുനബി മുന്നിലുണ്ട്. എല്ലാവരും കൗതുകത്തോടുകൂടെ ആരോ വരുന്നത് കാത്തു നിൽക്കുന്നത് പോലെ ഞാൻ ചെന്ന മുത്തുനബിക്ക് സലാം ചൊല്ലി. അല്ലാഹുവിന്റെ റസൂലെ, എന്താണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരിയെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അവരുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതായിരുന്നു സ്വപ്നം. സ്വപ്നം കഴിഞ്ഞു. ബഹുമാനപ്പെട്ടവർക്ക് അതിന്റെ പൊരുൾ മനസ്സിലായില്ല. മഹാനവറുകൾ പറഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായിട്ടുണ്ട്. എന്നാണ് വഫാത്തായത്? ഏത് സമയത്താണ്? ആ ദിവസം ഞാൻ സ്വപ്നം കണ്ട ദിവസം, ഞാൻ ആ സ്വപ്നം കണ്ട അതേ സമയം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ മരിച്ചുള്ള വരവാണ്. ഇമാം ബുഖാരി തങ്ങളുടെ വരവാണ് മുത്തുനബി കാത്തിരുന്നത്. അല്ലാഹുവിന്റെ റസൂല് അങ്ങേയറ്റം സ്നേഹിച്ചു. കാരണം ഇമാം ബുഖാരി തങ്ങൾ മുത്തുനബിക്ക് ഖിദ്മത്ത് ചെയ്തു, മുത്തുനബിയുടെ ഹദീസിന് ഖിദ്മത്ത് ചെയ്തു. വഹാബികളെ, മൗദൂദികളെ, നിങ്ങൾ സ്വഹീഹുൽ ബുഖാരി അംഗീകരിക്കുന്നുണ്ടോ? ഇമാം ബുഖാരി തങ്ങൾ ശാഫിഈ മദ്ഹബുകാരനായിരുന്നു, സുന്നിയായിരുന്നു, സുന്നി നേതാവായിരുന്നു. മദ്ഹബിന്റെ ഇമാമുകൾ അവരെ അംഗീകരിച്ചവരായിരുന്നു. ഒരൊറ്റ മുഹദ്ദിസും ഇമാം മുസ്ലിം തങ്ങൾ ഉൾപ്പെടെ, ബുഖാരി തങ്ങൾ ഉൾപ്പെടെ ഒരു മുഹദ്ദിസും മദ്ഹബ് സ്വീകരിക്കാത്തവരില്ല. അവരൊക്കെ സുന്നികളായിരുന്നു, അവരൊക്കെ ഔലിയാക്കളായിരുന്നു, ആത്മീയത ഇങ്ങനെയുള്ളവരായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ഖുറാഫാത്താണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇമാം ബുഖാരി തങ്ങൾ അംഗീകരിക്കാൻ കഴിയുക? നിങ്ങൾക്ക് എങ്ങനെയാണ് ദീനിനെ അംഗീകരിക്കാൻ കഴിയുക? ദീനിന്റെ അടിത്തറ ഹുബ്ബാണ്, ആത്മീയതയാണ്, ഔലിയാക്കളാണ്, സൂഫിയാക്കളാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ പറയാം, ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ നേതൃത്വം എന്നത് ശൈഖുനാ ശംസുൽ ഉലമ പറയാറുണ്ട്, യഥാർത്ഥ ദീനിന്റെ വഴിയാണ് സമസ്ത, ഇലാഹിയായ പ്രസ്ഥാനമാണ് സമസ്ത, കബൂലിയത്തുള്ള സംഘടനയാണ് സമസ്ത. കേവലം ഒരു സംഘടന സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനയല്ല. സമസ്ത ആത്മീയതയാണ്, സമസ്ത ഒരു ത്വരീഖാണ്, സമസ്ത സബീലുൽ മുഅ്മിനീനാണ്. ഈ നാട്ടിലെ ചാനലുകാർ പോലും പറയും ബഹുമാനപ്പെട്ട സമസ്ത, പുണ്യ സമസ്ത. കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടനയെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുസംഘടനയെ ബഹുമാനപ്പെട്ട സംഘടന എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സമസ്ത എന്ന് സമസ്തക്കാര് മാത്രമല്ല, ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും ചാനലുകാരും പോലും പറയാറുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത. ഇത് ബഹുമാനപ്പെട്ട ഒരു ആത്മീയ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ താവടി, ഇതിന്റെ ആണിവേറുകൾ മുത്തുനബിയിൽ നിന്ന്, സഹാബത്തിലൂടെ, താബിഉകൾ, താബിഉകളിലൂടെ. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ മദ്ഹബിന്റെ ഇമാമുമാർ ഉൾപ്പെടെ ഹാഫിളീങ്ങളായ ആയിരക്കണക്കിന്
മുഹദ്ദിസീങ്ങൾ സുന്നി നേതാക്കളാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ മുജദ്ദിദുമാർ, ബഹുമാനപ്പെട്ട ഖുതുബീങ്ങൾ, ഗൗസീങ്ങൾ, വലിയ വലിയ സാലിഹീങ്ങൾ, മുജ്തഹിദീങ്ങൾ, ഇങ്ങനെ ലക്ഷക്കണക്കിന് നേതാക്കളുടെ ഒരു പരമ്പര പുറകിലേക്ക് പോയാൽ ഞങ്ങൾക്കുണ്ട്. വഹാബികളെ, നിങ്ങളുടെ നേതൃത്വം ഏറ്റവും അവസാനം എത്തിപ്പെടുന്ന ഇബ്നു അബ്ദുൽ വഹാബ് വരെ, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള, ഇതൊക്കെയല്ലേ നിങ്ങളുടെ നേതൃത്വം? ഇനി ഒരു പക്ഷേ പോയ ഇബ്നു തൈമിയ്യ, അതുപോലെ മുഴുവനായി പറയാൻ കഴിയൂല. കാരണം ഇബ്നു തൈമിയ്യ നബിദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞയാളാണ്. നിങ്ങൾക്ക് എവിടെ നേതൃത്വം? നിങ്ങൾക്ക് എവിടെ നേതാക്കൾ? മൗദൂദികൾക്ക് എവിടെ നേതാക്കൾ? മൗദൂദിക്കപ്പുറം ഒരു നേതാവ് അവർക്ക് പറയാനില്ല. പക്ഷേ ഞങ്ങൾ സുന്നികൾ, സമസ്തക്കാർ, ഔലിയാക്കളുടെ വഴിയിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുമ്പോ ഈ ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിക്കാനാണ്. അൽഹംദുലില്ലാഹ്, ഈ ഉമ്മത്തിന് ഈമാൻ നിലനിൽക്കണം. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമുക്ക് ഈമാനോടുകൂടെ മരണപ്പെടണം, കലിമ ചൊല്ലി മരണപ്പെടണം, വുളൂഓടുകൂടെ സ്വർഗം കണ്ട്, മുത്തനബിയെ കണ്ട്, മഹാന്മാരെ കണ്ട് മരിച്ചു പോകാനുള്ള വഴിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി, സമസ്തയുടെ വഴി. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള നാളുകൾ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ 100ാം വാർഷികമാണ്. ജനങ്ങളിലേക്ക് നമ്മുടെ ആദർശം എത്തിക്കണം. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയം ഇത് തന്നെയാണ്. നമ്മുടെ ഈ പാരമ്പര്യമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ സന്ദേശം നാടായ നാടൊട്ടുക്ക് നമുക്ക് എത്തിക്കാനായി സാധിക്കണം. ഒരു കാര്യം പറയട്ടെ, വഹാബികളോട്, മൗദൂദികളോട്, ഇത് അങ്ങാടിയിൽ നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കണമെന്ന് മനസ്സിലാക്കണ്ട. പക്ഷെ പൊതുസമൂഹം പോലും തിരിച്ചറിയണം. നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഈ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെവിടെയും വിദഗ്ധക്കാരുണ്ടോ? അവര് ലോകത്തിന്റെ ശത്രുക്കളാണ്. അവരാണ് ഭീകരവാദികൾ, അവരാണ് വർഗീയവാദികൾ. കാരണം ലോകത്തെ ഇസ്ലാമിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട്, ഭീകര പ്രവർത്തനം, അതിന്റെ മുഴുവൻ പിന്നിലുള്ളത് വഹാബി സംഘടനകളാണ്, സലഫി സംഘടനകളാണ്, ഇഖ്വാനി, മൗദൂദി സംഘടനകളാണ്. അതുകൊണ്ടാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പോലും ഞങ്ങൾ പറയുന്നത്, ഈ പുരോഗമനവാദങ്ങൾ അപകടകരമാണ്. ഒന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ വർഷവും റബീഉൽ അവ്വലിന് 10,000കണക്കിന് മൗലൂദിന്റെ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു. തിരൂരങ്ങാടി ബുക്ക് സ്റ്റാൾ, ചന്തപ്പടി ബുക്ക് സ്റ്റാൾ, സമസ്തയുടെ ബുക്ക് സ്റ്റാൾ, മുഅല്ലിം സെന്റർ, ഇസ, ഓരോ സംഘടനകൾ, സുന്നി സംഘടനകൾ 10,000കണക്കിന് മൗലൂദിന്റെ ഏടുകൾ പുതിയതായി വിറ്റഴിക്കപ്പെട്ടു. ഈ റബീഉൽ അവ്വലിൽ മജ്ലിസുൻ നൂറിന്റെയും ഹദ്ദാദിന്റെയും ഏടുകളുടെയും മാലകളുടെയും നിങ്ങൾക്ക് എന്തേ ചെയ്യാൻ സാധിച്ചത്? ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കും. നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരും മൗലിദ് ഓതുന്നു, ഖുതുബിയത്ത് ചൊല്ലുന്നു, ഹദ്ദാദ് ചൊല്ലുന്നു, സിയാറത്തിന് പോകുന്നു, നബിദിന റാലി നടത്തുന്നു. നിങ്ങൾക്ക് എന്തേ ചെയ്യാൻ സാധിച്ചത്? നിങ്ങൾ പറഞ്ഞ 100 കൊല്ലമായി നിങ്ങൾ ഇവിടെ നവോത്ഥാനം നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടങ്ങളിലൊക്കെ മഹല്ലുകളുണ്ട്. മഹല്ലുകളുടെ ഭാരവാഹികളാണ് ഇവിടെ. സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഭാരവാഹികളാണ് ഇവിടെ. ഈ മഹല്ലുകളിലൊക്കെ ഖബർസ്ഥാനുകളുണ്ട്. 100, 200, 300, 400, 500, 600 കൊല്ലം പഴക്കമുള്ള പഴയ പള്ളികൾ നമ്മുടെ നാടുകളിൽ, പരിസരങ്ങളിലുണ്ട്. ഖബർസ്ഥാനുള്ള പള്ളികൾ. വഹാബികളെ, മൗദൂദികളെ, ഏതെങ്കിലും ഒരു പള്ളി നമ്മുടെ തറവാട്ട് പള്ളിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെ നടക്കുന്ന തൽഖീനോത്ത് ഇല്ലാതാക്കാൻ ഖബറുകൾ തൽഖീൻ ചൊല്ലും, തസ്ബീഹ് ചൊല്ലും, ഖത്തപ്പുറ കെട്ടും, യാസീനോതും, ഖബർ സിയാറത്ത് നടത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ പള്ളികളിലൊക്കെ അറബിയിലാണ് ഖുത്ബ ഓതുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അറബികളെ പറ്റിച്ച് കൊണ്ടുവരുന്ന പണം കൊണ്ട് അങ്ങാടികളിൽ പള്ളി ഉണ്ടാക്കിയിട്ട് മലയാളത്തിൽ പ്രസംഗിച്ച് അത് നബി ചെയ്തോ, സഹാബത്ത് ചെയ്തോ? ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം മുട്ടൂലേ? നിങ്ങൾ ചെയ്യുന്ന ബിദ്അത്തിന്, നിങ്ങൾ ചെയ്യുന്ന വക്രീകരണത്തിന് ഈ മുസ്ലിം ഉമ്മത്തിന്റെ നാരായ വേരിലേക്ക്, ഈ മുസ്ലിം ഉമ്മത്തിന്റെ കൽബകത്തിലേക്ക്, മുസ്ലിം സമുദായത്തിലെ പുതിയ തലമുറയുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് വേരൂന്നാൻ സാധിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട ആളുകളെ പിശാച് പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വരുതിയിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. പക്ഷേ സമസ്ത നിലനിൽക്കുന്ന കാലത്തോളം, ഈ മുത്തഅല്ലിമീങ്ങളും ഈ ആലിമീങ്ങളും നിലനിൽക്കുന്ന കാലത്തോളം ഏത് മസ്അല ചോദിക്കാനും, ഏത് ഖുർആനിലെ ആയത്തിന് വ്യാഖ്യാനം തേടാനും ശൈഖുനാ നല്ലായ ഉസ്താദിനെ പോലെ ഇരുത്തം വന്ന പണ്ഡിതന്മാർ ഇവിടെയുള്ള കാലത്തോളം അവരെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് ഒരു പുൽക്കൊടി പറിച്ചു മാറ്റാൻ ഈ ഉമ്മത്ത് പാരമ്പര്യമായി ഇവിടെ വളർത്തിക്കൊണ്ടുവന്നതിൽ നിന്ന് ഒരു തരിമ്പ് പറിച്ചു മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതിന് സാധ്യവുമല്ല. അതിനോട് സമസ്ത നിലനിൽക്കണം. നമ്മൾ സമസ്തക്കാരാവണം. ശൈഖുനാ നല്ലായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഡിസംബർ 24-ന് സയ്യിദ്
ജമിയത്തുൽ ഉലമ നമ്മുടെ നാട്ടിൽ വരും. പാലക്കാട് ജില്ലയിൽ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മംഗലാപുരത്ത് സമാപിക്കുന്ന ചരിത്രത്തിൽ ഒരു സമസ്തയുടെ പ്രസിഡന്റ് നയിക്കുന്ന ഒരു ജാഥ, ഒരു സന്ദേശ ജാഥ, അതൊരു അത്ഭുതകരമായ യാത്രയായിരിക്കും. നമ്മുടെ സ്വീകരണം